കേരള പോലീസ് വകുപ്പും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വടകരയും സംയുക്തമായി മയക്കുമരുന്നിനെതിരെ ലീഡർഷിപ്പ് ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് IPS ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട 50 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ലീഡർഷിപ്പ് ട്രെയിനിംഗ് പരിപാടി വടകര IMA ഹാളിൽ സംഘടിപ്പിച്ചു. കേരള പോലീസ് വകുപ്പും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വടകരയും സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് IPS ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെന്റ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന് ശരിക്കും 3 കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് ഓപ്പറേഷൻ തൂഫാന് നാർക്കോ ഹണ്ട് എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്, അതായത് പോലീസും എക്സൈസും പിന്നെ എൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന ഏജൻസീസും ചെയ്യുന്ന ലീഗലായിട്ടുള്ള ആക്ഷൻ. അപ്പം അതിനാണ് നമ്മൾ ഇതുവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നതും അതിനാണ് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത്. സെക്കൻഡ് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ തൂഫാൻ കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഡിമാൻഡ് കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ ഡ്രഗ്സിന് അടിമയായ വ്യക്തികൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് തൂഫാൻ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു കോമ്പണന്റിലാണ് നമ്മൾ IMA ആയിട്ട് റൂൾസായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വരുന്ന ദിവസങ്ങളിൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ലീഗൽ പ്രോബ്ലം. ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഇപ്പം സമൂഹത്തിൽ പലരും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആന്റി സോഷ്യൽ എലിമെന്റ്സ് ഇതിന്റെ വിൽപ്പന നടത്തുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നടത്തുന്നു. അത് മാത്രമല്ല, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലീഗൽ ഇഷ്യൂ. ഡ്രഗ്സ് എന്ന് പറയുന്നത്, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ, ഇറ്റ്സ് എ സോഷ്യൽ ഇഷ്യൂ. ഒരുപാട് അതുകൊണ്ട് സമൂഹത്തിന് തന്നെ, സൊസൈറ്റിയുടെ ഫൗണ്ടേഷനെ തന്നെ വീക്കം ചെയ്യുന്ന ഒരു മെനസാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രഗ്സിനെ സമൂഹത്തിൽ നിന്ന് മാറ്റാനുള്ള ഒരു ഓപ്പറേഷൻ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടില്ല. എൻഫോഴ്സ്മെന്റ് സൈഡ് മാത്രം നോക്കിയാൽ പോലെ ഇതിന്റെ അടിമകളായ വ്യക്തികളെ ഇതിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനും അവർക്ക് വേണ്ടിയ സപ്പോർട്ടീവ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അവരെ ആ കെയർ ഗിവേഴ്സിന്റെ അടുത്ത് എത്തിക്കാനുള്ള ആ ഒരു ലാസ്റ്റ് മൈൽ ഒരു എഫേർട്ട് നമ്മൾ എടുക്കണം. ഡോക്ടർ P. ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡോക്ടർ ആശ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ M. മുരളീധരൻ, ഡ്രഗ്സ് ഇൻസ്പെക്ടർ AK ലിജീഷ്, അഡീഷണൽ നോഡൽ ഓഫീസർ റഖീബ് T, ഡോക്ടർ MK ഗീത, ഡോക്ടർ SN ബിജുനേഷ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പരിശീലനത്തിന് പങ്കെടുത്ത കേഡറ്റുകൾക്ക് ജില്ലാ പോലീസ് മേധാവി സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ആരോഗ്യമെന്ന മാസികയും വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ P. ജ്യോതികുമാറും ഡോക്ടർ ആശ ജോസും മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.